ജാതിയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയെക്കുറിച്ച് പറയാമെന്ന് അർത്ഥം. ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെക്കുറിച്ചും പറയുക എന്ന് തന്നെയാണ് അർത്ഥം. ഇന്ത്യയെ പുതിയ രീതിയിൽ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ജാതിയെ ഒരു അനലിറ്റിക്കൽ കാറ്റഗറിയായി നമ്മൾ ഉപയോഗിക്കുന്നത്. எங்களுக்கு ஒரு இடம் கேட்டாலும் ஓபிசிக்கு இல்லன்றாங்க. அப்புறம் நாங்க என்ன ஈரமண்ணை தின்னுட்டு மடத்துல படுத்து கிடக்க? நீங்க எல்லாருக்குமே நமக்கு என்ன கிடைக்கும்? ஒண்ணுமே கிடைக்கல. அப்படி சொல்லாத. எல்லா சாதிகளுக்கும் கிடைக்கும், எங்களுக்கும் கிடைக்க மாட்டேங்குது. ஒரு சிபிஎம்ன்ற பார்ட்டிக்கு போயிட்டு ஒரு ரூலிங் பார்ட்டி ஒரு பொண்ணு தனியாக ஒரு பொண்ணு போயிருக்கேன். அந்த பொண்ணுக்கு எவ்வளோ பாதுகாப்பு கொடுக்கணும், இல்லை அவளுக்கு கொடுத்த வாக்கை நம்ம பாலிச்சு கொடுக்கணுமே அப்படின்ற ஒரு இதெல்லாம் இல்லை. നമ്മളെ ഇല്ലായ്മ ചെയ്യപ്പെട്ടു. ആ എം മണിയുടെ സമരം കൊണ്ട് നമ്മളെ ചുട്ട് കരിച്ചു കളഞ്ഞു. അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്നാ ഞാൻ പറയാം. എന്നെ പറ്റ മണ്ണേ ഞാൻ ഇറങ്ങിപ്പോന്ന മണ്ണ്. The person who pointing out the errors, the mistakes which the government does, அது பண்ணுறாங்களோ அவங்கள ஒடுக்கிறதுக்காகத்தான் இவங்க பண்ணி வச்சிருக்கிற செடிஷன்ஸு, யூஏபிஏ, அப்புறம் இவங்க சொல்கிற மாதிரி இந்த சஸ்பெக்டிவ் அரெஸ்ட்டு. ഈ ആദിവാസിക്കുള്ളിലേക്ക് ഇപ്പം പറഞ്ഞാൽ പുറത്തുനിന്ന് ആൾ വരുന്നുണ്ട്. 79% സ്വന്തമായിട്ട് ഭൂമി, ഒരു തുണ്ട് ഭൂമിയില്ലാത്ത മനുഷ്യന്മാർ. ഇവിടുത്തെ മറ്റ് സംഘടിത സമുദായങ്ങളും രാഷ്ട്രീയക്കാരെല്ലാം അവരെ മുൻനിർത്തുകയായിരുന്നു. ഒരു തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ടാണ് ഈ ഗോത്ര വിഭാഗങ്ങളിലെ ഈ ഗാഡ്ഗി വിരുദ്ധ സമരത്തിന് മുന്നിൽ അന്നാ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന് എളുപ്പം പറ്റി ഇവരെ കയ്യിലെടുക്കാനും പൊളിക്കാനും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ പറ്റി. PS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മൂന്നാർ ഒഴിപ്പിക്കാൻ പോകും. മൂന്നാറിലെല്ലാം ഒഴിപ്പിക്കാമെന്ന് പറഞ്ഞാൽ മൂന്നാർ ഒഴിപ്പിക്കുകയല്ല, മൂന്നാറിൽ അനധികൃതമായി ഈ പുറത്തുനിന്ന് ദൂരദിക്കുകളിൽ നിന്ന് വന്ന് അനധികൃതമായി ഭയങ്കരമായ അപകട സ്ഥലങ്ങളിലൊക്കെ കയ്യേറി റിസോർട്ടുണ്ടാക്കിയ ആൾക്കാരെ ആണ് ഒഴിപ്പിക്കാൻ ശ്രമിച്ചത്. മറ്റേ മുറി ഇടിമുറി എന്ന് പറയും. കൂലി ചോദിക്കുകയോ എന്തെങ്കിലും അഹങ്കാരം പറയുകയോ ചെയ്താൽ ആ തൊഴിലാളിയെ കൊടുക്കുന്ന ഈ ഗുണ്ടകളെ കൊണ്ട് കല്ലിപ്പിക്കാനാണ് ഇടിമുറി. ഇന്ത്യക്കാരായ നമ്മൾ എനിക്കൊരു മാതൃരാജ്യമില്ല എന്ന വാക്കിൽ നിന്നും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നതിലേക്കുള്ള സഞ്ചാരമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സഞ്ചാര വഴിയെന്ന് നമ്മൾ അറിയണം. ആ ഒരു സംഗതിയെ ഏറ്റെടുക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ശൂദ്രലഹളയൊക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റൂ. அன்பார்ந்த பெரியோர்களே, தாய்மார்களே, சகோதர சகோதரிகளே, வாலிப நண்பர்களே, வாக்காளர் பெருமக்களே, நடைபெறவிருக்கும் 17வது